ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളക്കടല റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വേണ്ടത് വെള്ളക്കടലയാണ്. അതൊരു 4 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. എന്നിട്ട് ചട്ടി ചൂടാക്കി അതിലേക്ക് ലേശം എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് നന്നായിട്ട് മൂക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു വലിയ സൈസ് സവാള അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കാം. മൂക്കാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, ഞാൻ അവിടെ ചേർക്കുന്നില്ല. പിന്നെ ഇത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് വഴറ്റാം. അതും അതേപോലെ തന്നെ മൂക്കണം. കുറച്ച് മൂപ്പ് വരുമ്പോൾ അതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് മൂക്കട്ടെ. അപ്പോൾ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് ബാക്കി പൊടികൾ ചേർക്കാം അതിലേക്ക്. അതായിട്ട് മുളക് പൊടി ഇടുന്നുണ്ട്, ഒരു 2 ടീസ്പൂണൊക്കെ ചേർക്കാം. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കണേ. അപ്പോൾ അത് നന്നായിട്ട് മൂപ്പിക്കാം. പിന്നെ ലേശം ഗരം മസാല പൊടിയാണ് അത് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ കട്ടായിപ്പോയി, അതുകൊണ്ട് കണ്ടില്ലായിരിക്കും നിങ്ങൾ. അപ്പം അതും ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. മൂത്ത് വരുമ്പോഴാണ് നമ്മൾ അതിൽ വേവിച്ച് വെച്ച കടല ഉണ്ടല്ലോ, അതിൽ ഒരു പിടി കടല ചേർത്ത് വഴറ്റാം. വഴറ്റി നന്നായിട്ട് ഇതായിട്ട് വരുമ്പോൾ അതിനെ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരക്കണം. അരച്ചിട്ട് അതിന് നമ്മൾ ചട്ടിയിലിട്ടിട്ട് വേണമെങ്കിൽ അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് എണ്ണയിൽ വഴറ്റിയിട്ടിടാം. എന്നിട്ട് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് വേവിക്കാം. നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിലേക്ക് കടല ഉണ്ടല്ലോ, ബാക്കി വെച്ച കടല അതിലേക്ക് ചേർക്കാം. ചേർത്തിട്ട് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാനിത്ര വെള്ളം ചേർക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് അത് കുറുകി വരും നന്നായിട്ട്. ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നു. അപ്പോൾ അതിൽ അവസാനമായിട്ട് മല്ലിച്ചപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് ചേർത്ത് വഴറ്റുക. അപ്പോൾ ഈസിയായ വെള്ളക്കടല കടൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി വെക്കണം. വളരെ എളുപ്പമാണ്. രാവിലെ പെട്ടെന്ന് ഇതുണ്ടാക്കി നോക്കാം. അപ്പോൾ ചോറിനൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കോമ്പിനേഷൻ